ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രധാനമായും തിയേറ്ററിലെത്തിയ ഒരു മലയാള സിനിമയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. മാത്യു തോമസ് ആണ് ഈ ചിത്രത്തിലെ നായകൻ. ഹൊററും ഹ്യൂമറും റൊമാൻറ്റിക്കും കോമഡിയും ഒക്കെ ചേർന്ന വളരെ മികച്ച ചെറിയൊരു സിനിമ. മികച്ച തിരക്കഥ, അതിലേറെ മികച്ച മേക്കിംഗ്. ചിത്രത്തിന്റെ സംവിധാനം, എഡിറ്റിംഗ് എന്നിവ നിർവഹിച്ചിട്ടുള്ളത് നവാഗതനായ നൗഫൽ അബ്ദുള്ളയാണ്. സുനു എ.വി. ജ്യോതിഷി എന്നിങ്ങനെ രണ്ടുപേരാണ് എഴുത്ത്, അതായത് തിരക്കഥ. അടിത്തറയുള്ള തിരക്കഥ തന്നെയാണ് ഈ സിനിമയുടെ ചട്ടക്കൂട്. അത് നല്ല രീതിയിൽ സിനിമയാക്കി മാറ്റിയ സംവിധായകനായ നൗഫൽ അബ്ദുള്ളയുടെ മികവും അഭിലാഷ ശങ്കറിന്റെ മികച്ച ഫോട്ടോഗ്രാഫി. ചിത്രത്തിന്റെ സംഗീത സംവിധാനവും മികവുറ്റതാണ്. നേഹ നായർ, യക്സാങ്കാരി പെരേര എന്നിങ്ങനെ രണ്ടുപേരാണ് ഇതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത്. ഒട്ടും തന്നെ ലാഗില്ലാതെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കാവുന്ന ചെറിയൊരു സിനിമ തന്നെയാണ് നെല്ലിക്കാമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ്. ഇനി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ സിനിമകളുടെ കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ, ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 58 ദിവസമാണ് പിന്നിടുന്നത്. ചിത്രം 57-ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച, അതായത് ഒക്ടോബർ 21 OTT റിലീസ് ഉണ്ടാകും എന്ന് അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും ഈ സിനിമ OTT റിലീസ് ചെയ്യപ്പെട്ടിട്ടില്ല. സിനിമ ഇന്നലെ വ്യാഴാഴ്ചയും കേരളത്തിൽ 2,90,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 57 ദിവസം കൊണ്ട് 121,60,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 301,60,00,000 റേഞ്ചിലുമാണ്. ഷറഫുദ്ദീൻ നായകനായി പ്രണീഷ് വിജയൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 16 വ്യാഴാഴ്ച തിയേറ്ററിലെത്തി പോസിറ്റീവ് ഓവറായി നേടിയെടുത്ത് മികച്ച വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ദി പെറ്റി ഡിറ്റക്റ്റീവ്. ഈ സിനിമ രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയായ 9-ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. രണ്ടാം വാരത്തിൽ ഈ സിനിമയുടെ കേരളത്തിലെ സ്ക്രീനുകളുടെ എണ്ണം 150-ൽ നിന്നും 200 വർദ്ധിച്ചിട്ടുണ്ട്. ചിത്രം 8-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 41,25,000 രൂപയാണ്. 8 ദിവസം കൊണ്ട് 6,50,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 11,50,00,000 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. മോഹൻലാലിന്റെ രാവണപ്രഭു 4K റീമാസ്റ്റർ പതിപ്പായി തിയേറ്ററിലെത്തിയിട്ട് ഇന്ന് 15 ദിവസമാണ് പിന്നിടുന്നത്. 14-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ 1,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രം 3,42,00,000 രൂപയാണ് ആദ്യ 14 ദിവസം കൊണ്ട് കേരളത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4,65,00,000 റേഞ്ചിലുമാണ്. ഹോംബാലെ ഫിലിംസിന്റെ ബാനറിൽ ഋഷാബ് ഷെട്ടി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തി ഹെവി പോസിറ്റീവ് ഓവറായി നേടുന്ന ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ നേടുന്ന സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. 22-ാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 30,00,000 രൂപയാണ്. അങ്ങനെ 52,95,00,000 രൂപയാണ് ആദ്യ 22 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഈ സിനിമ 800 കോടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ൻ നിഗം നായകനെ ഉണ്ണീശി പുരങ്കം തിരക്കഥയിൽ സംവിധാനം ചെയ്ത് തമിഴിലും മലയാളത്തിലുമായി സെപ്റ്റംബർ 26 തിയേറ്ററിൽ മികച്ച ഓവറായി നേടുന്ന സിനിമയാണ് മൾട്ടി. ചിത്രം 28-ാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 1,15,000 രൂപയായിരുന്നു. അങ്ങനെ 9,18,00,000 രൂപയാണ് 28 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 13 കോടിക്ക് മുകളിലുമാണ്. പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന താരങ്ങളായി കീർത്തീശ്വരൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 17 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് ഡ്യൂഡ്. ഈ സിനിമ 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 18,70,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 3,05,00,000 രൂപയാണ് 7 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ ഒഫീഷ്യലായ 100 കോടി പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും സിനിമ ഇന്ന് വെള്ളിയാഴ്ചയോടെ മാത്രമേ 100 കോടിയിൽ എത്തിച്ചേരൂ എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. ഡ്യൂഡ് എന്ന സിനിമയ്ക്ക് ദീപാവലി ക്ലാഷ് റിലീസായി തിയേറ്ററിലെ തമിഴ് സിനിമയാണ് ബൈസൺ കാലമാടൻ. ധ്രുവ് വിക്രം നായകനായി മാരി സെൽവരാജ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കി സൂപ്പർ ഹിറ്റ് വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ 7-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ കളക്ട് ചെയ്തത് 7,30,000 രൂപയായിരുന്നു. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് കേരളത്തിൽ 82,00,000 രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. 7 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 40 കോടി റേഞ്ചിലുമാണ്. ദീപാവലി റിലീസായി ഒക്ടോബർ 17 തിയേറ്ററിലെ മലയാള സിനിമയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമ രത്തീന പി.ടി. സംവിധാനം ചെയ്തത്. ഈ സിനിമ 7-ാം ദിവസമായി ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 13,10,000 രൂപയാണ് കളക്ട് ചെയ്തത്. 7 ദിവസം കൊണ്ട് കേരളത്തിൽ 1,87,00,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,40,00,000 റേഞ്ചിലാണ്. ആദിത്യ സർപ്പോദാർ സംവിധാനം ചെയ്ത് ഒക്ടോബർ 21 ചൊവ്വാഴ്ച ദീപാവലി റിലീസായി തിയേറ്ററിലെത്തിയ റൊമാൻറ്റിക് കോമഡി ഹൊറർ സിനിമയാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന, നവാസുദ്ദീൻ സിദ്ദീഖി, പരേഷ് റാവൽ എന്നിങ്ങനെയാണ് താരങ്ങൾ. മഡോക്ക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5-ാമത്തെ ചാപ്റ്ററായ ഈ സിനിമയ്ക്ക് 3-ാം ദിവസം ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 3,70,000 രൂപയാണ് കളക്ട് ചെയ്യാനായിട്ടുള്ളത്. 3 ദിവസം കൊണ്ട് കേരളത്തിൽ 15,10,000 രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 72 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.